നിങ്ങളുടെ ഈ 4-ാം തൂണും വെച്ച് ബാക്കി 3 തൂണുകൾ അടിച്ചു കളഞ്ഞ് നിങ്ങളുണ്ടാക്കുന്ന കഥ മാത്രം മതി നാട്ടിലെ തിരക്കഥ എഴുതി അതിനകത്ത് രൂപരേഖ ഉണ്ടാക്കി ഇന്ത്യ മഹാരാജ്യത്തിന്റെ സെക്യൂരിറ്റി വിഷയത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് എനിക്കും നിങ്ങൾക്കും തരണമെന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ പറ്റും. അപ്പൊ ആ സമൂഹത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവിടുത്തെ ഭരണകർത്താക്കൾ അവിടുത്തെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അത് പഠിച്ചിട്ടുണ്ടാകും, അതിനെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടുണ്ടാകും, വിശകലനം ചെയ്ത കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ടാവും. ക്രിസ്ത്യൻ സഹോദരന്മാരോടോ ക്രിസ്ത്യൻ വിശ്വാസികളോടോ ക്രിസ്ത്യൻ ആചാരങ്ങളോടോ യാതൊരുവിധ കാരണവശാലുള്ള ഒരു നിലപാട് പ്രയാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലാകാലമായിട്ട് ഇന്ത്യയിൽ നടന്നു പോകുന്നു, അല്ലെങ്കിൽ അത് അവരുടെ വലിയ ലോകത്ത് നടന്നു പോകുന്ന ആചാരമാണ്. ഇവിടെ ഇന്ത്യയിൽ നടന്നു പോകുന്ന ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല, നാളെയും പ്രയാസം. പക്ഷേ ഒരു കാര്യം, അവിടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസ ആചാര പ്രകടനത്തിന് ഞങ്ങൾ അനുമതി തരാത്തത് എന്ന് അവരോട് പറയേണ്ട ബാധ്യതയില്ല എന്നാണോ? എന്ന് വെച്ചാൽ ഇന്ന കാരണങ്ങളുണ്ടെന്നല്ല, സെക്യൂരിറ്റി റീസൺസ് കാരണം നിങ്ങൾക്ക് അനുമതി തരാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണ് പ്രശ്നം? അതുപോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ നിരാശാജനകമായ സംഭവം, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്, പള്ളി വികാരി പറയുന്നത്, പ്രതിപക്ഷമായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റിപ്ലൈ ഇല്ല. അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന മട്ടാണ്. അത് നിങ്ങൾ ഉണ്ടാക്കണതല്ലേ, നിങ്ങൾ പറയണ നോണയല്ലേ അത്? അതല്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ആചാരങ്ങൾ നടക്കാത്തതിൽ കൃത്യമായിട്ടുള്ള വിഷമങ്ങൾ വിശ്വാസികൾക്കുണ്ടാകും, സ്വാഭാവികമാണ്. ആ വിഷമം എല്ലാവർക്കും ഉണ്ടാവും, എനിക്കുമുണ്ട്, താങ്കൾക്കുമുണ്ട്. താങ്കളെന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ ആ വിഷമമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അങ്ങനെ അനുവാദം കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ രാജ്യത്തിനുണ്ടാകും. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. നിങ്ങൾക്കത് വിഷയമല്ല എന്ന് തോന്നുന്നത് നിങ്ങളുടെ അറിവ് കുറവോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാപ്തി കുറവോ ആയിട്ട് ഞാൻ കാണുന്നില്ല. അത് നിങ്ങൾക്ക് BJP വിരോധം മൂത്ത് ഇതെങ്ങനെയെങ്കിലും BJPക്കെതിരായി തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ, എന്നാൽ ഒന്ന് ചർച്ച ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു ശൈലിയാണ്. നിങ്ങൾ ഇത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇതിന്റെ രാഷ്ട്രീയവും മാധ്യമ തട്ടിപ്പും അറിയാത്ത സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ഈ വികരണ സ്വഭാവം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ചെയ്ത് വലിയ ക്രൂരതയാണ്. നിഷാദിന്റെ നാമം എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരിയാണെന്നേ, സ്വാഭാവികമായിട്ട് എന്താണ് അറിയാത്തത്? അല്ലെന്ന് പറയട്ടെ, ഒരു തവണ പറഞ്ഞ കേൾക്കൂലേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതെന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആർച്ച് ബിഷപ്പ് പറഞ്ഞ കാര്യം ആ വിശ്വാസ സമൂഹത്തിൻ്റെ ആചാരങ്ങൾ നടക്കാതിരുന്നതിലും അദ്ദേഹത്തിനുണ്ടായ വിഷമത്തിൽ ഞാനും നിങ്ങളും സമൂഹവും എല്ലാവർക്കും പ്രയാസമുണ്ട്. പക്ഷെ ഡൽഹിയിൽ മൊത്തമല്ല, ഭാരതത്തിൽ വേറെ എവിടെയുമില്ല, ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായതിൻ്റെ കാരണം അത് കൃത്യമായിട്ട് തന്നെ എന്തുകൊണ്ടാണ് അനുവാദം കിട്ടാഞ്ഞത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും. ബോധ്യപ്പെടുത്താൻ പറ്റാത്ത കാര്യമായിരിക്കും സെക്യൂരിറ്റി വിഷയം. ഒരു ഞങ്ങൾക്ക് അനുമതി നിഷേധിക്കപ്പെട്ടത് എന്നറിയില്ല, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. നിഷാദെ, ആദ്യത്തെ വരി മാത്രം കേട്ടിട്ട് അതിനെ മറുപടി കളക്കരുതെന്ന്. ആദ്യത്തെ കാര്യം കേട്ടിട്ട് മറുപടി പറയല്ലേ. ഒന്നെങ്കിൽ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ പറ്റാത്തത്ര രഹസ്യാത്മകമായിട്ടുള്ള സെക്യൂരിറ്റി വിഷയമായിരിക്കും. അതെന്താ കേൾക്കാത്തത്? അപ്പൊ ആ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ അവരോട് അത് നിഷേധിക്കപ്പെടുന്ന സമയത്ത് അത് ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ അല്ലെങ്കിൽ ആരാധനാലയത്തിനോടോ ഉള്ള പ്രശ്നമല്ല, അത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഹനുമാൻ ജയന്തിയുമായി ഹനുമാൻ ജാഥയുമായി ബന്ധപ്പെട്ടതും നാടിനകത്ത് ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെയുള്ള ആരാധനാലയങ്ങളോട് കൃത്യമായിട്ട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് ഇതൊരു നാടിന്റെ സുരക്ഷാ പ്രശ്നമായി കണ്ടുകൊണ്ട് അതിനെ അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയം ചാർത്തി നിഷാദിനെ പോലെയുള്ള തട്ടിപ്പ് ചർച്ച നടത്തുന്ന BJP വിരുദ്ധത BJP എന്ന നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുമാണ് നിഷാദിനെ പോലെയുള്ള മാധ്യമ വിഷം തുപ്പുന്ന ശൈലിയിലേക്ക് പ്രവർത്തിക്കുന്നത്. അത് ശരിയല്ല നിഷാദ്. പരിപൂർണമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഉല്ലാസ് ബാബു സുരക്ഷാ പ്രശ്നം പറയേണ്ടത് ഡൽഹി പോലീസാണോ അതോ ഉല്ലാസ് ബാബു ആണോ?
നിഷാദാണോ നിഷാദ് എന്തിനാ അതിന്റെ കാര്യം പറയുന്നത്? അറിയാത്തോണ്ടാ ചോദിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്ത്യൻ വെറുപ്പാണോ കാരണം, സുരക്ഷാ പ്രശ്നമാണോ കാരണം? നിങ്ങൾ ക്ലാരിറ്റി വരുത്താത്തതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ജബൽപൂരിലെ വികാരിമാരെ തല്ലിയതിന് തുടർച്ചയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തിനാണ് സെക്യൂരിറ്റി റീസന്റെ അടിസ്ഥാനത്തിൽ അത് നിഷേധിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാത്ത നിഷാദ് ഈ നുണബോംബ് ഉണ്ടാക്കിയ ചർച്ച കൃത്യമായി അറിയില്ല. ജബൽപൂരിൽ ക്രിസ്ത്യാനികളെ തല്ലി ഓടിച്ചതിന്റെ തുടർച്ചയാണോ അതോ സുരക്ഷയാണോ? ഞങ്ങൾക്കറിയില്ല. വൃത്തികേടുണ്ടല്ലോ നിഷാദ്, ഇന്നലെ തുടങ്ങിയതല്ല. നിങ്ങളുടെ മീഡിയ വണിന്റെ സ്ഥിരം സ്വഭാവമാണ് ഇങ്ങനെ വർഗീയത തുപ്പുന്ന ചർച്ചകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാരും സഭകളും തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയ നാടകം നിഷാദിനെ പോലെയുള്ളവർ ചെയ്തു തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതെന്ത് മാധ്യമ പ്രവർത്തനമാ? ഇതെന്ത് മോശത്തരമാ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും BJP വിരുദ്ധത തലച്ചോറിൽ കുത്തി നിറച്ചുകൊണ്ട് ജാതീയത, മതം, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടയല്ലേ നിങ്ങൾ? 698 അക്രമ സംഭവങ്ങളാണ് കഴിഞ്ഞ 2024-25 വർഷം. 2024 698 അക്രമ സംഭവങ്ങളാണ് ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയത്. പള്ളി തകർത്തത്, ഞായറാഴ്ച പ്രാർത്ഥന തടഞ്ഞത് നമ്മളുണ്ടാക്കുന്ന കള്ളക്കഥയാണ്. ജബൽപൂരിൽ അവിടുത്തെ വികാരിമാരെ തല്ലിയിട്ട് കേസെടുക്കാൻ 4 ദിവസം വേണ്ടി വന്ന സർക്കാരാണ് നിങ്ങളുടെ BJP സർക്കാർ. ഞങ്ങളുണ്ടാക്കുന്ന കഥയാണല്ലേ? ഛത്തീസ്ഗഡിൽ കോട്ടയംകാരിയായ സിസ്റ്റർ ബിൻസിക്കെതിരെ ഗുരുതര കുറ്റങ്ങളിട്ട് കേസെടുത്തത് നിങ്ങളുടെ സർക്കാരാണ്. നമ്മളുണ്ടാക്കുന്ന കഥയാണല്ലേ? ആരോടാ? ശരി, ഒരുപാട് നിങ്ങളുടെ സംരക്ഷണയിൽ നടക്കുന്ന അക്രമത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നടത്താനുള്ള ആഹ്വാനമാണ്